നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തച്ചനാട്ടുകരയിൽ വീട് താക്കോൽ ഉപയോഗിച്ച് തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. നാട്ടുകൽ റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥനായ കലമ്പറമ്പിൽ സെയ്ദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പുലർച്ചെ 4-ന് സമീപത്തുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിനായി പോകുമ്പോൾ സെയ്ദ് വാതിലടച്ച് താക്കോൽ ജനാലയുടെ സമീപത്ത് വെച്ചാണ് പോകുന്നത്. 5:45 തിരിച്ചു വന്ന് വാതിൽ തുറന്നപ്പോഴാണ് ഭാര്യയായ ഹസീനയുടെ 2 പവൻ തൂക്കമുള്ള കഴുത്തിലെ മാലയും 1 പവൻ തൂക്കമുള്ള കയ്യിലെ ഒരു വളയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മാലയുടെ ലോക്കറ്റ് കിടക്കയിൽ തന്നെ കിടക്കുന്നുമുണ്ട്. അലമാരയുടെ വലിപ്പിലുള്ള 1200 രൂപയും നഷ്ടമായിട്ടുണ്ട്. പുറത്തെ ജനാലയുടെ അടുത്ത് നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്ന് മോഷണം നടത്തിയ ശേഷം വാതിൽ പൂട്ടി താക്കോൽ യഥാസ്ഥാനത്ത് വെച്ചാണ് കള്ളൻ പോയത്. വീടും പരിസരവും അറിയുന്ന മോഷ്ടാവാണെന്നാണ് വീട്ടുകാരുടെ നിഗമനം. വീടിൻ്റെ പുറകിലുള്ള ഗേറ്റ് തുറന്നിട്ട് നിലയിലാണ് കാണപ്പെട്ടത്. നാട്ടുകൽ പോലീസിൽ പരാതിയും നൽകി. പള്ളിയിൽ പോകുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് എണീറ്റ് ഒരു 4:15 കൂടി, അതിനുശേഷം ഒരു 4:35 കൂടി ഞാൻ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വീട് പൂട്ടിയിട്ട് ലോക്ക് ഇവിടെ ഒരു ഭാഗത്ത് വെച്ചു. ഈ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് ഒരു 5:35 5:40 കൂടി തിരിച്ചു വന്നു. ഭാര്യ ഞാൻ പോകുന്ന സമയത്ത് ഉറങ്ങി തന്നെയായിരുന്നു. തിരിച്ച് ഞാൻ വന്ന് വീട് തുറന്ന് വീണ്ടും അകത്ത് കയറിയിട്ട് അപ്പോഴേക്ക് ഭാര്യ എണീറ്റ് നോക്കുമ്പോൾ പറഞ്ഞു, കഴുത്തിൽ മാല കാണുന്നില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ പുതപ്പിൽ എന്തെങ്കിലും കൊളുത്തിയിട്ട് സാധനം താഴെ വീണതാവും നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ലോക്കറ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട്, ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാല തിരഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല, നോക്കിയില്ല. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പിന്നെ എണീറ്റിട്ട് നോക്കുമ്പോൾ കയ്യിൽ 2 വള ഉണ്ടായിരുന്നു, അതിലൊരു വളയും കാണാനില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മോഷണമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. എൻ്റെ മേശയുടെ വലിപ്പിൽ ഒരു 1000 ചില്ലാനം രൂപ 1200 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില്ലറ പൈസ രൂപ ഉണ്ടായിരുന്നു, ആ രൂപയും പോയിട്ടുണ്ട്. മാല ഏകദേശം 2.5 പവൻ തൂക്കം വരും, 1 പവൻ തൂക്കം വളയും വരും. അങ്ങനെ മൊത്തം 1.5 പവനോളം സ്വർണ്ണാഭരണോ 1200 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഇതേ റൂമിൽ തന്നെ എൻ്റെ ഫോണും വേറെ 2 ഫോണും അപ്പുറത്തുണ്ടായിരുന്നു. ഇത് നഷ്ടപ്പെട്ടിട്ടില്ല, ഫോൺ അവിടെ തന്നെ ഉണ്ട്. വേറെ അറിയിച്ചു. ഉടനെ തന്നെ ഞാൻ പോലീസ് ഏകദേശം 6 മണിയോടുകൂടി തന്നെ പോലീസിൽ പോയി അറിയിച്ചു. അവർ വന്ന് നോക്കിയപ്പോൾ വിരലടയാളം വന്ന് മറ്റേ ഫിംഗർ പ്രിൻ്റ് അതുപോലെ ഡോഗ് സ്ക്വാഡൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട്. മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നാട്ടുകൽ CI ഹബീബുള്ള പറഞ്ഞു. ഇതേസമയം സമീപത്തുള്ള പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കല്ലംപറമ്പിൽ മുഹമ്മദ് ഇക്ബാലിൻ്റെ വീടിൻ്റെ മുൻവാതിലിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് മോഷണം നടത്താൻ ശ്രമമുണ്ടായി. ഇക്ബാലും കുടുംബവും ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണ ശ്രമം. അലമാര കുത്തി തുറന്നെങ്കിലും വിലപ്പെട്ടൊന്നും നഷ്ടപ്പെട്ടില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. നാട്ടുകൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വിരലളയൽ വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തുള്ള വീടുകളിൽ എത്തി CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. അതായത് ഇവിടെ വല്യമ്മയും അമ്മാവിൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ തൊട്ടപ്പുറത്ത് ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാത്രി കിടക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് ഇവിടെ പുലർച്ചെ ഒരു 3 മണി മുതൽ ഇവിടെ കയറി. അതിനുശേഷം ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് കുത്തി തുറന്നു. അതിനുശേഷം അവർ ഉള്ളിൽ കയറി അവിടെ 2-4 അൽമാര ഉണ്ടായിരുന്നു, അതെല്ലാം കുത്തി തുറന്നു. അതിൻ്റെ സാധനങ്ങളെല്ലാം പുറത്ത് വലിച്ചിട്ടു. ഇത് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഇല്ലാത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് 2-4 വീട്ടിൽ കയറിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വ്യക്തമായി ശ്രദ്ധിക്കുക.